ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിന്നോട് എതിർക്കുന്നവരെ എൻ്റെ ദൈവം തോക്കുമാറാക്കും. ശത്രു ഒരു വഴിയായി നിൻ്റെ മുൻപിൽ വരും, അവൻ 7 വഴിയായി അവരെ ചിതറിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ ശത്രു നിനക്കെതിരെ പദ്ധതിയിടുമ്പോൾ, നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ദൈവം അവരെ ചിതറിക്കും. ശത്രുവിനെ തോൽപ്പിച്ചു കളയും. അവരൊരു വഴിയായി വരും, 7 വഴിയായി ദൈവം നിൻ്റെ മുൻപിൽ നിന്ന് അവരെ ഓട്ടിച്ചു കളയും. നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കാണ് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പ്രഭാതത്തിൽ ഹൃദയം തുറന്ന് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതത്തിലേക്ക് കയറി വരുമ്പോൾ ദൈവത്തോട് ആഴമായി ഈ പകൽക്കാലം എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് ഒരു പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ഈ പകൽ നിൻ്റെ ജീവിതത്തിനകത്ത് നാളുകളായി നിന്നെ ഫേസ് ചെയ്യുന്ന, നാളുകളായി നിന്നെ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ എൻ്റെ ദൈവം ശക്തനാണ്. ചിലരെ ദൈവം നിൻ്റെ മുൻപിൽ നിന്ന് നീക്കുന്ന പകലാക്കി ഈ പകൽക്കാലം മാറ്റും. പ്രിയരെ, ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിന്നോടെതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിൻ്റെ നേരെ വരും, 7 വഴിയായി നിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. വിശ്വസിക്ക്, ഈ പ്രഭാതത്തിൽ അതുപോലെ നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും പറയുന്ന ഒരു പദമാണ്: കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്തുനിന്ന് ശത്രുവിനെ ഒന്ന് മാറ്റിത്തരണേ, എൻ്റെ ജീവിതത്തിനകത്തുനിന്ന് കഷ്ടതയൊന്ന് മാറ്റിത്തരണമേ, ആ വേദനയൊന്ന് മാറ്റിത്തരണമേ, ആ ശത്രുവിനെ ഒന്ന് മാറ്റിത്തരണമേ. ഒത്തിരി നാളായി വേദനയോടെ ഇതേ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ വയ്ക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. സ്നേഹത്തോടെ ദൈവാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. വിശ്വസിക്ക്, ദൈവം നിൻ്റെ ജീവിതത്തിനകത്ത് ശത്രുവിനെ മാറ്റുകയല്ല, ശത്രുവിനെ ജയിപ്പാനുള്ളൊരു കൃപ, ശത്രുവിനെ ജയിപ്പാനുള്ളൊരു കൃപ ദൈവം നിൻ്റെ ജീവിതത്തിനകത്ത് തരും. അതാണ് ഈ പകൽക്കാലം ആവശ്യം. അതാണ് നമ്മൾ ഈ പകൽക്കാലം നേടിയെടുക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ഈ പകൽക്കാലം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്ത്? ശത്രു മാറുകയല്ല, ശത്രുവിനെ ജയിപ്പാനുള്ളൊരു കൃപ. ഈ പ്രഭാതത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ ശത്രുവിനെ ജയിപ്പാനുള്ള കൃപ ദൈവം നിനക്ക് തരാൻ ശക്തനാണ്. ഒരുപക്ഷെ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ച, നിങ്ങളൊന്ന് തകർന്ന് കാണണമെന്നും നിങ്ങളുടെ തകർച്ചയെ അടങ്ങുമെന്നൊക്കെ വെല്ലുവിളിച്ച ശത്രുവിൻ്റെ പദ്ധതികളായിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിലൊക്കെയും ദൈവം നിങ്ങളെ വഴി നടത്തി ഇതുവരെയൊക്കെ കൊണ്ടുവന്നു, ഇതുവരെ നിർത്തി, നിങ്ങളെ പുലർത്തി. വന്നുപോയ ആപത്തനർത്ഥങ്ങളിൽ നിന്നെല്ലാം ദൈവം പരിപാലിച്ചു. പക്ഷേ ഇപ്പോഴും ശത്രു നിൻ്റെ മുൻപിലുണ്ട്, പ്രതിസന്ധി നിൻ്റെ മുൻപിലുണ്ട്. നീ തോറ്റുപോകുമോ എന്നും നീ ഭയപ്പെടുന്നുണ്ട്, നീ ആകുലപ്പെടുന്നുണ്ട്, നിനക്കൊരു സങ്കേതമുണ്ട്. പക്ഷെ ദൈവാത്മാവിൽ ഈ പ്രഭാതത്തിൽ ഞാൻ ദൂത് കൈമാറാൻ പ്രിയരെ, ശത്രു നിന്നെ തോൽപ്പിക്കുകയല്ല, നീ ശത്രുവിനെ ജയിക്കാൻ പോകുകയാണ്. നീ ശത്രുവിനെ ജയിക്കുന്നൊരു പകലായി മാറാൻ പോകുകയാണ്. ഹേ പാസ്റ്ററെ, ശത്രു മാറുകയല്ലേ? അല്ലല്ല, ശത്രുവിനെ നീ ജയിക്കണം. നീ ശത്രുവിനെ ജയിച്ചാൽ നിന്റെ മുൻപിൽ ശത്രു തോറ്റു എന്നാണ് അർത്ഥം.
ഇവിടെ വചനം പറയുന്നു, നിനക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ നീ ജയിച്ചു എന്നാണ് അർത്ഥം. മോശയോട് ഒരിക്കൽ പറയുന്നുണ്ട്, മോശേ നീ മിണ്ടാതിരിക്ക്, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളോട് അതേപോലെ ഇടപെടുകയാണ്. നീ മൗനമായിരിക്ക്, നീ പ്രാർത്ഥനയിലേക്ക് പ്രഹൽക്കാലം കടക്ക്, ദൈവസന്നിധിയിൽ അല്പസമയം സ്പെൻഡ് ചെയ്യുക. വർഷങ്ങളായി നിന്നെ പിന്തുടരുന്ന, വർഷങ്ങളായി നിന്റെ കുടുംബജീവിതത്തെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന, അത് മാനുഷികമാണെങ്കിലും പൈശാചിക പദ്ധതികളാണെങ്കിലും ദൈവം അതിനോട് യുദ്ധം ചെയ്ത്, എൻ്റെ ദൈവം യുദ്ധം ചെയ്താലുള്ളൊരു പ്രത്യേകത എന്തെന്നറിയാമോ? യുദ്ധം യഹോവയ്ക്കുള്ളത്, വിജയം നമുക്കുള്ളത്, പരാജയം ശത്രുവിൻ്റെത്. ആമേൻ. അർത്ഥം, യുദ്ധം ദൈവം ചെയ്യും, വിജയം നിനക്ക് ലഭിക്കും. ശത്രു നിന്റെ മുൻപിൽ പരാജയപ്പെടും, നിന്റെ മുൻപിൽ തോറ്റുപോകും. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിനകത്ത് അതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശത്രുവിൻ്റെ മുൻപിൽ തോറ്റുപോകും. കാരണം എൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എഴുന്നേൽക്കുകയാണ്. നാളുകളായി ആർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ആരെനിക്ക് വേണ്ടി സഹായിക്കും, ആരെന്നെ കരുതും, ആരെനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നൊക്കെയും ചോദിക്കുന്ന നൂറുകണക്കിന് ചോദ്യങ്ങളുടെ നടുവിൽ ഒറ്റപ്പെട്ടിരുന്ന് കരയുന്ന ഏതൊക്കെ കുടുംബങ്ങളോട് ആത്മാവ് പ്രവചിക്കുക, ഈ പകൽ കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. ദി ലോർഡ് ഓഫ് ദി ഹോസ്റ്റ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുക. എൻ്റെ ദൈവം എഴുന്നേറ്റാൽ ആര് അവൻ്റെ മുമ്പിൽ നിൽക്കും? ദൈവം എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. അത്രയുള്ളൂ, അത്രയുള്ളൂ. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിനകത്ത് വായിച്ച വാക്യത്തിൻ്റെ അർത്ഥം ഇത്രയുള്ളൂ. യഹോവ ശത്രുക്കളെ നിന്റെ മുൻപിൽ തോക്കുമാറാക്കും, അവർ ഒരു വഴിയായി നിന്റെ മുൻപിൽ വരും, 7 വഴിയായി ഓടിപ്പോകും. അർത്ഥമെന്ത്? വചനം പറയുന്നു, യഹോവ എഴുന്നേൽക്കും, ശത്രുക്കൾ. എടാ, ദൈവം ഈ പകൽക്കാലം എഴുന്നേറ്റാൽ ആരാ നിനക്കെതിരെ നിൽക്കുന്നേ? എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏത് കുടുംബമാ നിനക്കെതിരെ പദ്ധതി ഇടാൻ കഴിയുന്നേ? ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏത് വ്യക്തികളാ നിന്നെ തകർക്കാൻ പദ്ധതി ഇടുന്നേ? ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏത് വാതിലാ അടഞ്ഞു കിടക്കുന്നേ? ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏത് വിദ്യാഭ്യാസ മേഖലയാ അടഞ്ഞു കിടക്കുന്നേ? ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ ഏത് വ്യക്തികളാ ഇല്ലാത്ത കഥ നിനക്കെതിരെ പറയുന്നേ? ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ നിന്റെ ശുശ്രൂഷയെ ആർക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും? ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ നിന്റെ ദേശത്തിലെ നന്മയെ ആർക്ക് തടയാൻ കഴിയും? ആർക്കും തടയാൻ കഴിയില്ല. എൻ്റെ ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോകുമെങ്കിൽ ഈ പ്രഭാതത്തിൽ ധൈര്യത്തോടെ ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു പറയണം, കർത്താവേ, അങ്ങ് എഴുന്നേൽക്കുന്നൊരു പകലാക്കി ഈ പകൽ തീർക്കുന്നതിനായി നന്ദി. കാരണം ഈ പകൽക്കാലം എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ചിലതൊക്കെ ഓടിപ്പോകത്തക്ക നിലവാരത്തിൽ, ചിലതൊക്കെ ചിതറിപ്പോകത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി. അതെല്ലാവർക്കും പറയാൻ കഴിയില്ല, അത് തൻ്റെ ഇടത്തോടെ എല്ലാവർക്കും പദം പറയാൻ കഴിയില്ല. ദൈവവുമായുള്ള ബന്ധമുള്ളവനെ പറയാൻ കഴിയത്തുള്ളൂ. പ്രിയരെ, ശത്രുവില്ല, ശത്രുവിനെ മാറ്റിത്തരാന്നല്ല ദൈവം പറയുന്നത്, ശത്രുവിനെ തോൽപ്പിച്ചു തരും നിന്റെ മുമ്പിൽ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആഴമായി കരയുന്ന ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുക. കുഞ്ഞേ, ഇതുവരെയും നീ തോറ്റെന്നല്ലേ നീ പറയുന്നേ? ദൈവദാസനെ, ഞാൻ എല്ലായിടത്തും പരാജയപ്പെട്ടു. എൻ്റെ വീട്ടുകാരുടെ മുൻപിൽ, നാട്ടുകാരുടെ മുൻപിൽ, കുടുംബക്കാരുടെ മുൻപിൽ, സഭക്കാരുടെ മുൻപിൽ, കൂടെ പഠിക്കുന്ന വ്യക്തികളുടെ മുൻപിൽ ഒരു ഫെയിലിയറാണ്, ഒരു തോൽവിയാണ് ഞാൻ. ഇനി എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ആരെനിക്ക് വേണ്ടി കരുതും? ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും? ഈ തോൽവിയുടെ ഭാരവും ചുമന്ന് ഞാൻ എത്ര കാലം ജീവിക്കും? എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ലല്ലോ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. ഭാരപ്പെടേണ്ട കുഞ്ഞെ, നിന്റെ തോൽവികളെ മാറ്റി നിനക്ക് ജയം നൽകാൻ എൻ്റെ ദൈവം ഈ പകൽക്കാലം ശക്തനാണ്. ശത്രുവിട്ട തോൽവികളെ മാറ്റി വിജയം നൽകാൻ ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവം ശക്തനാണ് കേട്ടോ.
വിശ്വസിക്ക്, ദൈവത്തിൻ്റെ ആഴമേറിയ വിസിറ്റേഷനുകൾ നിൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും. ആഴമേറിയ ദൈവപ്രവർത്തികൾ നിൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും. ഇതുവരെ കാണാത്ത ദൈവത്തിൻ്റെ ചലനങ്ങൾ നിൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും. ഒരിക്കൽ ശക്തനായ ദൈവത്തിൻ്റെ ദാസൻ, ദൈവഗൃഹത്തിലൊക്കെയും വിശ്വസ്തനെന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് മോശ. മോശയെ ദൈവം വിളിച്ചു വേർതിരിക്കുകയാണ്. മോശയുടെ നേതൃത്വത്തിൽ, മോശയുടെ വാക്ക് കേട്ട് യോശുവ അനേക യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അനേക യുദ്ധങ്ങൾ മോശയ്ക്ക് വേണ്ടി യോശുവ ജയിച്ചിട്ടുണ്ട്. അർത്ഥം, ഇസ്രായേലിന് വേണ്ടി മോശ ജയിച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തുള്ള ശത്രുവിനേക്കാൾ വലുതാണ് അകത്തുള്ള ശത്രുക്കൾ. മനസ്സിലാകുന്നുണ്ടോ? പ്രിയരെ, ശത്രുക്കളായി നിൽക്കുന്നവരെ നമുക്ക് മനസ്സിലാകാം. അവർക്കെപ്പോഴും നമ്മോട് എതിർപ്പാണ്. പ്രത്യേകിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരോട് എതിർപ്പാണ്. പക്ഷേ സ്നേഹത്തോടെ ഇരുന്നിട്ട്, നമ്മൾ പറയും പോലെ, ഒരു പാത്രത്തിൽ ഭക്ഷിച്ച് ഒരു ഭവനത്തിൽ പാർത്ത് ഒരു നന്മയിൽ നിന്ന് അനുഭവിക്കുന്ന വ്യക്തികൾ നമുക്ക് ശത്രുക്കളാകുന്നത് നമുക്ക് താങ്ങാൻ കഴിയുമോ? അങ്ങനെ ആയ ചിലർ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. പ്രിയരെ, പുറത്തുള്ളവരെ സഹിക്കാം, അകത്തുള്ളവർ നമ്മുടെ ശത്രുക്കളായാൽ. ശക്തനായ മോശ ജീവിതത്തിൻ്റെ എവിടെയൊക്കെ പതറിപ്പോയി. എന്തെന്നറിയാമോ? പുറമെയുള്ള ശത്രുക്കളെ കണ്ടിട്ടല്ല. മോശയ്ക്കറിയാം എൻ്റെ കൂടെ ഒരു ദൈവം ഉണ്ടെന്ന്. പക്ഷെ അവൻ്റെ കൂടെ നിന്നവർ പോലും അവന് ശത്രുക്കളായി മാറി. ആർക്കാ സഹിക്കുന്നേ? ഒരേ കുടുംബത്തിൽ താമസിക്കുന്നവർ ശത്രുക്കളായാൽ ആർക്കാ സഹിക്കുന്നേ? സ്വന്തം രക്തത്തിന് രക്തമായ മക്കൾ ശത്രുക്കളായാൽ ഏത് മാതാപിതാക്കൾക്കാ സഹിക്കുന്നേ? മാതാപിതാക്കൾ ശത്രുക്കളായി മാറിയാൽ ഏത് മക്കൾക്കാ സഹിക്കുന്നേ? ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ശുശ്രൂഷകന്മാർ, ശുശ്രൂഷിക്കുന്ന സഭയിലെ വിശ്വാസികൾ, താൻ രക്ഷയിലേക്ക് കൊണ്ടുവന്നവർ ശത്രുക്കളായാൽ ആർക്കാ സഹിക്കുന്നേ? സഭയിലെ വിശ്വാസികൾ ദൈവദാസന് ശത്രുവായാൽ ആർക്കാ സഹിക്കുന്നേ? ദൈവദാസൻ സഭയിലെ വിശ്വാസികൾക്ക് ശത്രുവായാൽ ആർക്കാ സഹിക്കുന്നേ? സഹിക്കാൻ കഴിയില്ല പ്രിയരെ. അതുപോലെയാണ് മോശ വർഷങ്ങളായി കൂടാരം മാറ്റി മാറ്റി അടിച്ച് ദൈവം ഇനി നിങ്ങളുടെ കൂടെ വരില്ലെന്ന് പറയുമ്പോൾ, ദൈവമേ നീ ഇല്ലെങ്കിൽ ഞാനും പോകത്തില്ലെന്ന് പറഞ്ഞ് ദൈവ സാന്നിധ്യത്തെ പിടിച്ചു നിർത്തിയ ഈ ജനത്തിൻ്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തുനിന്ന് മാച്ചു കളയുമെന്ന് പറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ മുൻപാകെ നെടുമ്പാട് വീണ് കിടന്ന്, ദൈവമേ ആദ്യം മായ്ക്കുന്നെങ്കിൽ എൻ്റെ പേര് മായ്ക്കണമെന്ന് പറഞ്ഞ മോശ, ദൈവത്തിനും ഇസ്രായേൽ ജനത്തിനും മധ്യസ്ഥനായി നിന്ന മോശ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, മോശയുടെ സ്വന്തം സഹോദരി മോശ ആമയെ കരം പിടിച്ചു വളർത്തിക്കൊണ്ടുവന്ന അഹരോൻ മോശയ്ക്കെതിരെ പിറുപിറുക്കുമ്പോൾ, മോശയ്ക്കെതിരെ പദ്ധതികൾ ഇടുമ്പോൾ, വചനം ഇങ്ങനെ പറയുന്നു, പ്രിയരെ, സ്വന്തം കുടുംബത്തിനകത്തുനിന്ന് പ്രയാസമേറി വരുമ്പോൾ, പ്രതികൂലമേറി വരുമ്പോൾ, താങ്ങാൻ കഴിയാത്ത ഭാരമേറി വരുമ്പോൾ, വ്യക്തമായി വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അതുപോലെ അതുവരെ കൂടെ നടന്ന ഒരു കൂട്ടം പേർ മോശയ്ക്കെതിരെ തിരിഞ്ഞ് മോശയുടെ ശുശ്രൂഷയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, കോരഹും അവൻ്റെ കൂട്ടാളികളും മോശയ്ക്കെതിരെ നിൽക്കുക. ആർക്കാ സഹിക്കാൻ കഴിയുന്നേ? മോശയുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വേദന. പക്ഷെ എൻ്റെ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വചനം പറയുന്നു, കോരഹിനെയും തൻ്റെ കൂട്ടാളികളെയും ഭൂമി വായ്പിളർന്നു വിഴുങ്ങിക്കളഞ്ഞു. എൻ്റെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ
അവർ ഒരു വഴിയായി വന്നു. അവരെ കാണാൻ പോലും കഴിയാത്ത രീതിയിൽ ഭൂമി വായി തുറന്ന് പിളർന്നു കളഞ്ഞു. പ്രിയരെ, മിരിയാമിൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. എടാ, നീ വിശ്വസിക്ക, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണോ? ആർക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. ആർക്കും നിന്റെ കുടുംബത്തെ മുടിച്ചു കളയാൻ കഴിയില്ല. ഒരു വഴിയായി ശത്രു വരുമ്പോൾ അവനെ 7 വഴിയായി ഓട്ടിക്കുന്നൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഈ പകലതങ്ങനെ സംഭവിക്കും. വിശ്വസിക്കാമോ? നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ ദൈവം നിന്റെ മുൻപിൽ തോക്കുമാറാക്കും. അവർ ഒരു വഴിയായി വരും, 7 വഴിയായി ചിതറിപ്പോകും. വിശ്വസിക്ക്, അത്തരത്തിലൊരു ദൈവപ്രവൃത്തി ഈ പ്രഭാതത്തിൽ വെളിപ്പെടാൻ പോവുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗീയ മല്ല കർത്താവ്, എന്നെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടെ മുമ്പിൽ ശത്രുക്കൾ അവിടെ മുൻപിൽ തോക്കുമാറാക്കുന്ന പകലായി മാറട്ടെ. ഒരു വഴിയായി വന്നവർ 7 വഴിയായി ഓടുന്ന പകലായി മാറട്ടെ. അസാധാരണമായ ദൈവപ്രവർത്തികൾ കൂടാരത്തിനകത്ത് വെളിപ്പെടട്ടെ. യഹോവ എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. ഞാൻ ഈ വ്യക്തികളെ ബ്ലസ് ചെയ്യുകയാണ്. അവിടെ ജീവിതം മഹത്വത്താൽ മൂടട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, ഈ പകൽക്കാലം വിശ്വസിക്ക്, ഒരു വഴിയായി ശത്രു വന്നാൽ 7 വഴിയായി അവർ നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. കാരണം ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവദാസനെ, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഈ പ്രഭാതം പരിശുദ്ധാത്മാവിനോട് പറയാമോ? ഹോളി സ്പിരിറ്റ്, ലീഡ് മീ ടുഡേ. പരിശുദ്ധാത്മാവേ, ഈ പ്രഭാതം എന്നെ ഒന്ന് നയിച്ചാലും. ഗോഡ് ബ്ലസ് യു. ആമേൻ.